ജാപ്പനീസ് ആനിമി സീരീസ് വേൾഡ് വൈഡ് ഫേമസ് ആവാൻ കാരണമായിട്ടുള്ള ഒരു ജാപ്പനീസ് ആനിമി TV സീരീസ് ആണ് കിമിസു നോ യബ അഥവാ ഡീമൺ സ്ലേയർ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് മിക്കുള്ളവരും തപ്പിടക്കുന്ന ഒരു സംഭവം തന്നെയാണ് മലയാളം ഡബ് ആനിമി. പക്ഷെ അത് കിട്ടാൻ നല്ല രീതിയിൽ പാടാണ്. ഇനി റിവ്യൂ ചെയ്യാൻ പോകുന്നത് വിൻ ബ്രേക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ജാപ്പനീസ് ആനിമി സീരീസ് ആണ്. ഇത് ഒരു ഹൈസ്കൂൾ ഗ്യാങ് വാർ ടൈപ്പ് ഓഫ് ഒരു ആനിമിയും കൂടാണ്. സോ റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് തന്നേക്കുക. അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് പോകാം. ഇത്രക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടും ഒരു സപ്പോർട്ട് കിട്ടുന്നില്ലല്ലോ. എന്നെങ്കിലും എപ്പോഴെങ്കിലും ആരെങ്കിലും ഒക്കെ അംഗീകരിക്കുന്നൊരു വിശ്വാസമുണ്ട്. അത് മാത്രമാണ് കൂടുള്ളത്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നമുക്കൊരു ടൈം ഉണ്ടാ. വിജയം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവന് മാത്രമുള്ളതാണ്. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഞാനേ ഇതുവരെ കുറെ സംസാരിച്ചു, കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. ചെയ്ത പാപങ്ങൾക്കല്ലേ ഫാദർ കുമ്പസാരിക്കാൻ പറ്റും. ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് പറ്റില്ലല്ലോ. അതെ, ഇവിടെ ഭയങ്കര സംഭവം നടക്കാൻ പോവാ. വീട്ടിൽ പൊക്കോ. ഇവിടെ എന്താ നടക്കുന്നത്? കാണുന്ന ഓരോ വ്യൂവിനും ലൈക്ക് ഷെയർ അപ്ലോഡ് ചെയ്യുന്ന ആൾക്ക് കാശ് ചെയ്യുന്ന വിചിത്രമായ ഏർപ്പാട് യൂട്യൂബിനുണ്ടെന്ന് അന്നാ ഞാൻ അറിഞ്ഞു. നീ മറ്റേ യൂട്യൂബാ ആരാ വരുന്നത് ഒന്നും അവന് മനസ്സിലായിട്ടില്ല. ഇവിടെ എന്താണ് നടക്കുന്നത്, വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരുന്നു. ഇത് പറഞ്ഞിട്ട് പോകുന്ന എന്റെ പേര് മറക്കാതിരുന്നാ മതി. എന്റെ ചക്കരയെ വടിവെട്ടാൻ പോയിട്ടല്ലേ ഉള്ളൂ, ഇനിയാണ് അടി. എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളുമായിട്ട് വേണ്ടേ വരാ, അതല്ല എന്റെ ഒരു മുറ. അപ്പൊ ദാ അടക്കണു മുറ്റ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ഇറക്കട്ടാ. വർക്കിച്ച ആ സാധനം ഇറക്കി കണ്ടു. അടുത്ത മാസമായ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 1 വർഷമാകും. ഈ 1 വർഷം കാലാവധിയിൽ തന്നെ നമ്മുടെ ചാനലിൽ 2K സബ്സ്ക്രൈബേഴ്സായി. നിങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് മാത്രമാണ് എൻ്റെ ചാനൽ ഇപ്പോൾ 2K സബ്സ്ക്രൈബേഴ്സ് ആയത്. സോ ഈ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ആണ്. ഇനി മുന്നോട്ട് തുടരണമെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ഇതൊരു സാമ്പിൾ വെടിക്കട്ട. തൃശ്ശൂർ പൂരം കാണാൻ പോകുന്നേ ഉള്ളൂ. വരട്ടടവേ.